ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് മോളീസ് ഗാർഡൻ കാണാനായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അതായത് മഴ ആയതുകൊണ്ട് അധികം ഒന്നും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്ന് മഴ മാറി നിൽക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ വിചാരിച്ചു. എല്ലാ ദിവസവും നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചെടികൾക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് എന്താണ് അവസ്ഥയെന്ന് അറിയണ്ടേ. പച്ചമുളകെല്ലാം നിറച്ച് കായ്ച്ച് നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ദേ കുറച്ച് വാടി നിൽക്കുകയാണ്. കാര്യം ഉച്ചയ്ക്ക് കുറച്ച് വെയിലുണ്ടായിരുന്നു. ദേ നമ്മുടെ കാരിമുളക്, നീണ്ട മുളകില്ലേ, നിറച്ച് കായ്ച്ചിട്ടുണ്ട്, കണ്ടല്ലോ. പച്ചമുളകാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ. 1, 2, 3 ഇത് എല്ലാത്തിലും ഉണ്ട് കേട്ടോ, നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഇതും എല്ലാം കായ്ച്ച് നിൽക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പച്ചമുളക് ധാരാളമായിട്ട് കിട്ടും. പിന്നെ ഇവിടെ ഏറ്റവും നന്നായിട്ട് വളർന്നു നിൽക്കുന്ന വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു അമരക്കയാണ്. ഇത് എങ്ങനെ നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പേരാണ് പറയുന്നതെന്ന് അറിയില്ല. ഇവിടെ കോഴി അമരക്കാന്നും പറയും, വേറൊരു പേരും കൂടി ഉണ്ട് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അതിൻ്റെ ചെടി അങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ട് വളരാറില്ല, കുറ്റി പോലെയാണ് വളരുന്നത്, കണ്ടല്ലോ, കുറ്റിപ്പയർ മാതിരി. അതിലെല്ലാം കായുണ്ട്. അതൊരു 2-3 മൂടുണ്ട്, എല്ലാം കായ്ച്ച് നിൽക്കുക. അപ്പോൾ അതൊക്കെ പറിക്കാം. ഒരു തോരനുള്ള വകുപ്പ് കിട്ടും എന്തായാലും. നോക്കിയാൽ നമ്മുടെ ചീരച്ചേമ്പ് നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവനും റെഡിയാണ്. എല്ലാം ഈ മഴയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് കേട്ടോ. എല്ലാത്തിനും കുറച്ചുകൂടെ ഒരു പച്ചപ്പും ഗ്രീനറി, ഒരു ഭംഗിയായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. വെണ്ടയ്ക്ക അയ്യോ മുറ്റിപ്പോയി, എനിക്ക് വന്ന് പറിക്കാൻ പറ്റിയില്ല. ഇത് മുറ്റിപ്പോയി, അതിന് പറിച്ചിട്ട് കാര്യമില്ല. ഇതിലൊക്കെ ഇങ്ങനെ പൂക്കളും കായൊക്കെ വന്നു തുടങ്ങുന്നു. ഇത് ചുമന്ന കളറിലെ വെണ്ടയ്ക്കയാണ് കേട്ടോ. പിന്നെ പയർ നോക്കിയേ, പയർ വളർന്നു. പക്ഷേ ഇത് നോക്കി, ഇതിന് വിത്തിനേ കൊള്ളാവുള്ളൂ. നോക്കിയേ, വിത്താക്കിയിട്ടെടുക്കാം. അതിനെ മുറ്റിപ്പോയി. ഇത് നമ്മുടെ ചൈനീസ് കറിവേപ്പില. ഇതെല്ലാം മഴ കാരണം വീണ്ടും നല്ല തിളിർത്ത് മനോഹരിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ തന്നെ കണ്ടുപിട്ടിട്ട് പോവാണ്, എല്ലാം നന്നായിരിക്കണോ. ഡേഞ്ചറസ് നമ്മൾ തന്നെ പറയുമ്പോഴേ. പിന്നെ ഒരാളെ കാണിച്ചു തരാം. അഗസ്ത്യക്കീര നിറച്ച്, ഇത് ചട്ടിയിൽ വളരുന്ന അഗസ്ത്യക്കീരയാണ്, അങ്ങനെ കുഴപ്പമില്ല. അത് ഇലയും ഉണ്ട്, പൂക്കളുണ്ട്. ആ പൂക്കളും മെഴുക്ക് വരട്ടിക്കെല്ലാം നമ്മൾ ഉപയോഗിക്കും. ഇത് നമ്മുടെ ഓർണമെൻ്റൽ പ്ലാന്റാണ്, അത് കളർഫുള്ളാണ്. അതുണ്ടെങ്കിൽ ആ ഗാർഡൻ ഒരു കുറച്ചുകൂടെ കളർഫുള്ളാകും. ഇത് നോക്കിയാൽ മൈസൂർ ചീരയുടെ വേറൊരു മൂടി നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ കൂട്ട് വയ്ക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഒന്നുമില്ലാത്ത ദിവസം നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറിയാൽ മതി, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇന്ന് മഴ പെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചേ. കുറച്ചൊരു ക്ഷീണമുണ്ട് ചെടികൾക്ക്. നോക്കിയാൽ കത്തിരിക്ക കാഴ്ച തുടങ്ങിയിട്ടുണ്ട്. വെള്ളയുണ്ട്, ഇതുമുണ്ട്. ഇത് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അതിൻ്റെ ഇലയിലൊക്കെ ഏതാണ്ടൊരു വഴുതനങ്ങ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഒരു പുതിയൊരു പ്രശ്നം കാണുന്നത്, പെരിച്ചാഴി വന്നിട്ട് ഈ മണ്ണിൽ, ഈ ഒരു ഗ്രോ ബാഗിൻ്റെ അകത്ത് കയറിയിട്ട് മണ്ണിങ്ങനെ മാന്തുന്നുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് നോക്കിയേ, ഈ ചെടിയുടെ താഴെ പെരിച്ചാഴി മാന്തി വെച്ചിരിക്കുന്നതാണ്. നോക്കിയേ, കുഴിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ പരിപാടി. ചില ഗ്രോ ബാഗ്സിനകത്ത് അയാൾ ഒരുപാട് നാശം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് വെച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് നിങ്ങൾ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അത് നമ്മുടെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെയൊക്കെ നോക്കിയാൽ ഭയങ്കര തിക്ക് ഫോറസ്റ്റിനകത്ത് കയറിയ പോലെയായി. പൊക്കം വെച്ചു. ഈ വെണ്ടയ്ക്ക് എന്തോ ഹൈറ്റിലാണ് വളരുന്നത്. വെണ്ടയ്ക്ക പറിക്കാതെ അതെല്ലാം മുറ്റി. മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു കേട്ടോ. അവരെ ഫ്രീ ആക്കി വിട്ടിരിക്കുമായിരുന്നു. ഇപ്പം എന്നെ കാണാൻ പറ്റാത്തത്ര രീതിയിൽ അവരെല്ലാം ഹൈറ്റ് വെച്ചു, വള്ളിപ്പടർപ്പുകളൊക്കെ ആയി, നല്ല ഗ്രീനറി ആയി. അതൊരു സുഖമല്ലേ കാണുമ്പോൾ, ഇതെല്ലാം പടർന്ന് കിടക്കുന്ന കാണുമ്പോഴേ. പിന്നെ മറ്റൊരു ചീര നോക്കിയേ, വള്ളിച്ചീര, പടർന്ന്. ഇതെല്ലാം നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. തോരൻ അല്ലെങ്കിൽ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൂട്ട് വയ്ക്കാം, കുറേ കാര്യങ്ങൾ ചെയ്യാം. കറിവേപ്പില നോർമൽ കറിവേപ്പില, നാടൻ കറിവേപ്പില തന്നെയാണ്, ഓർഗാനിക്. നമ്മൾ വളമൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാൻ ഇലകളിലേക്ക് കൂടെ വെറുതെ ഇങ്ങനെ മഴ പോലെ ഡ്രിസ്സിൽ ചെയ്ത് കൊടുക്കണം, അവർക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണിത്. ഇതിൻ്റെ ചോട്ടിലൊഴിക്കുന്ന കൂടാണ്ട് എക്സ്ട്രാ കൊടുക്കുന്നതാണ്. മല്ലിയില നോക്കിയേ, ഭയങ്കര വലുതായിട്ട്, പിഞ്ചൊന്നുമല്ല, അതെല്ലാം മുറ്റി വളരുന്നത്, മെച്ചുവേർഡ് മല്ലിയില. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഇഞ്ചി എടുത്തിട്ട് ഒരുപാട് ഇഞ്ചി ഇങ്ങനെ വലുതായി ഒരു ചട്ടി നിറച്ചത്, അതിനെല്ലാം മാറ്റി പല ഗ്രോ ബാഗ്സിലായിട്ട് നട്ടിരിക്കുവാണ് ഇപ്പോൾ. അതെല്ലാം നമുക്ക് ഇഞ്ചി കൃഷിയാണിപ്പോൾ. എല്ലാം ഇഞ്ചിയാണ്. എൻ്റെ എല്ലാ വെണ്ടയ്ക്കയും മുറ്റിപ്പോയി, ഒന്നും പറിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അത് നമ്മുടെ മിസ്റ്റേക്ക് കേട്ടോ. പുതിന ഉണ്ട് ഇവിടെ, അത്യാവശ്യം പറിക്കാനുള്ളതുണ്ട്.
ഇതെല്ലാം പച്ചമുളകിൻ്റെ സമയമാണിപ്പോൾ. അതെ, ഒക്കെ പച്ചമുളകാണ് ഇങ്ങോട്ടൊക്കെ. ഇത് കുറച്ച് പച്ചച്ചീര. ഇപ്പോൾ ഒരു റാൻഡമായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. മഴ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമില്ലേ, അതുപോലെ ചെടികൾക്കും ഒരു സന്തോഷമുണ്ട്. അതാണ് ഈ കാണുന്ന ഒരു ഗ്രീനറിയും ഒരു നിറവും ഒക്കെ നല്ല രസമല്ലേ അങ്ങനെ കാണാൻ. നമ്മൾ പറിക്കുന്നതിനെക്കാട്ടിലും എനിക്കിത് കാണാനാണ് ഇഷ്ടം. ഇനി വേറൊരാളെ കാണിച്ചു തരാം. കോവലിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ട്. ഒരു റൗണ്ട് അതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞാണ്, പക്ഷേ ഇപ്പോൾ വീണ്ടും വലിയ മുറ്റിയതുപോലെയൊക്കെ കിടക്കുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞു അതിൻ്റെ കാലാവധി. നല്ല കേട്ടോ, വീണ്ടും വന്നു കോവയ്ക്ക. ഒരു ചെറിയ കറിക്കുള്ളത് കിട്ടും. അപ്പോൾ ഇന്ന് എത്രത്തോളം കൃഷി വിഭവങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ കുറച്ച് പറിക്കാൻ പോവുകയാണേ. കുറച്ച് കാര്യങ്ങൾ പറിക്കാം. എല്ലാം പറിക്കാനായിട്ട് ചിലതെല്ലാം സമയം കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അത്യാവശ്യത്തിന് നമ്മൾ കറിവേപ്പിലൊക്കെ ഓടി വന്ന് എടുക്കും കേട്ടോ ഇവിടുന്ന്. അത് അത്യാവശ്യത്തിന് നടക്കും. ഈവൻ പച്ചമുളകും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. രമ്പ എത്ര മുറിച്ച് വിട്ടാലും പിന്നെയും വളർന്നുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണ്. ഇനി വിളവെടുപ്പ് തുടങ്ങാം. വിളവെടുപ്പെന്നൊന്നും പറയാറായിട്ടില്ല, കുറച്ചെടുക്കാം. അമരപ്പയർ പറിക്കാൻ പോകുന്നു. ഇത് എത്ര മൂടുണ്ടോ അറിയോ? 1 2 3 4 നാലോളം മൂടുണ്ട് ഇതിൻ്റെ. ഇത് നോക്കിയാൽ പയറെല്ലാം വേസ്റ്റായി പോയത്, എല്ലാം ഒറ്റിപ്പോയി. പറിച്ച് മാറ്റാം, വിത്തിനെടുക്കാം. ഉണക്കിയിട്ടേ. അയ്യോ, കംപ്ലീറ്റ് ഉറുമ്പ. അയ്യോ, എന്നെ കടിക്കും. ദൈവമേ. കുറച്ച് വേണ്ടാത്ത ഇലകളൊക്കെ പറിച്ച് കളയും കേട്ടോ. ഇതെല്ലാം ഏതൊക്കെയോ കീടങ്ങളുടെ ഇൻസെക്ട്സ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഓർഗാനിക് കൃഷിയാണ്. ഇതിൽ വേറെ വളം അങ്ങനെ ഒന്നും കാര്യമായിട്ട്, ചാണകപ്പൊടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. മരുന്ന് കളിക്കാറൊന്നുമില്ല. കൂടുതലും വഴുതനങ്ങ കത്തിരിക്കയിലാണ്, അതിൻ്റെ ഇലകളിലാണ് ഡാമേജസ് വന്നിരിക്കുന്നത്. പച്ചമുളക് വിളവെടുപ്പെന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം അത് ഇനിയും വന്നോളും. നമ്മളിങ്ങനെ പറിക്കുന്നതിനനുസരിച്ചിട്ടാണ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഉറുമ്പ് കടിച്ചു നോക്കിയേ, കടിച്ചു വരുന്നു. ഓ മൈ ഗോഡ്, ഉറുമ്പ് പണി തന്നു. കുഞ്ഞുറുമ്പ്. സാമ്പാർ ചീര. ചെറിയ സാമ്പാർ വയ്ക്കാൻ വേണമെങ്കിൽ ചില പരിപ്പൊക്കെ ഇട്ടിട്ടേ, ചീര സാമ്പാർ. ഓൾ വെണ്ടയ്ക്ക ഗോൺ, സമയത്തിന് പറിക്കാതെ. അതിന് നമുക്ക് നമ്മുടെ കോവയ്ക്ക എടുക്കാം. നല്ല വലിപ്പമുണ്ട് കേട്ടോ. പല പല ഗ്രോ ബാഗ്സിലായിട്ടോ ഈ പയർ നിൽക്കുന്നത്. എന്താ പറയുക, ഇത് ചെറുതാണ്, പൂത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം ഇനി കായായിട്ട് മാറും. അമരയ്ക്ക. നമ്മുടെ തോട്ടക്കാരൻ ചേട്ടനെ വിളിക്കണം, ഗാർഡനർ ചേട്ടനെ. പിന്നെ കുറേ ക്ലിയറിങ് വർക്ക് ഉണ്ട് ഇവിടെ. ഇപ്പോൾ കുറച്ചൊക്കെ വാടിയതും ഒക്കെ കളയണം. പുള്ളി നന്നായിട്ട് വെടിപ്പായിട്ട് ചെയ്യും. ഞാൻ ചെയ്താലൊന്നും അത്ര എന്താവില്ല. ഗാർഡൻ പരിസരം എപ്പോഴും നീറ്റായിരിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെയും എല്ലാം ചവറൊന്നും പാടില്ല. പിന്നെ അതുപോലെ ഇങ്ങനെ ഈ പുഴുവൊക്കെ കടിച്ച ഇലയൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയണം എന്ന് പറയും.
ക്ലിയർ ചെയ്യണം. ഈ ചീര ഇഷ്ടം പോലെ ഉണ്ട്. അതിന് അടുത്ത പ്രാവശ്യം പറിക്കാം. നമുക്ക് ഇപ്പോൾ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് കറി വയ്ക്കാൻ പറ്റില്ല. ദേ നമ്മുടെ വില്ലനെ കണ്ടെത്തി. ഇവനാണ് ആ പുഴു എന്ന് പറയുന്ന ആൾ. ഈ ഇലയെല്ലാം കഴിച്ച് തിന്നുന്നത്. നോക്കി അത് പറക്കുന്ന സാധനമാണ്, വെറും ഒരു പുഴുവല്ല, പറന്ന് നടക്കുകയാണ്. ഇവനെ എന്ത് ചെയ്യണം? കത്തിച്ച് ചാമ്പലാക്കണ്ടേ? അത് അവൻ്റെ സർവൈവൽ. അവൻ്റെ അയ്യോ ഇവിടുന്ന് മാറ്റാം. എനിക്കെത്തുന്നില്ല. ദൈവമേ, ഞാനിനി ഇവിടെ കിടന്ന് സർക്കസ് കാണിച്ച് താഴെ വീഴും എന്നുള്ള ലക്ഷണമൊക്കെ. യെസ്, ഒരെണ്ണത്തിനെ കിട്ടി. ഒരു 3-4 എണ്ണം ഉണ്ട് കേട്ടോ ഈ ഒരു ഇതിൻ്റെ മേളിൽ, റൂഫിൻ്റെ മേളിൽ. അപ്പം മഴ എന്തുകൊണ്ടും ചെടികൾക്കും നമുക്കും എല്ലാം സന്തോഷം നൽകുന്ന കാഴ്ച തന്നെയാണ്. ഇന്ന് മഴ പെയ്യാത്തതിൻ്റെ ദുഃഖത്തിലാണ് നമ്മുടെ ചെടികളും ഞാനുമെല്ലാം. അപ്പോഴാണ് എൻ്റെ കടന്നാക്രമണം വന്നിരിക്കുന്നത്. അറ്റാക്ക് ഉപദ്രവിക്കാൻ വന്നതാണ്. എല്ലാ ചെടിയും എല്ലാം പറിച്ചു. ഒരാളെയും കൂടെ കിട്ടി. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ അയ്യോ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു 4-5 എണ്ണം. എനിക്ക് ഹൈറ്റില്ലല്ലോ ദൈവമേ, എങ്ങനെ പറിക്കും? പൊക്കത്തിലാ നോക്കിയേ. അയ്യോ, ഒരു സ്റ്റൂളിട്ട് കയറി നമ്മൾ പറിക്കാം. തൽക്കാലം ഇത്രയും മതി. ഒരു സാമ്പാറിനുള്ള വകുപ്പായി. ചീര സാമ്പാറും ആവശ്യത്തിന് പറിച്ചിട്ടുണ്ട്. വാടുമ്പോൾ ഒന്നും കാണില്ല, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. വെണ്ടയ്ക്ക മുറ്റാണ്, പക്ഷേ അല്ലാത്ത 1-2 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ കോവയ്ക്കുണ്ട്. കുറച്ച് പച്ചമുളക് എടുത്തു. പച്ചമുളക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പറിക്കാമല്ലോ. അത് മുറ്റിയതനുസരിച്ച് എടുത്താൽ മതി. ഓക്കെ, കറിവേപ്പില ഇവിടെ നിൽക്കട്ടെ. വേർക്കണം ഇത്രയും ചെയ്തപ്പോൾ തന്നെ. എന്തോ ഇത് കാറ്റ് പോലും ഇല്ല ഈ സമയത്ത്. കിളികളെ കാണണ്ടേ? അയ്യോ സോറി, ഞാൻ കാണിച്ചു തരാം. ഹലോ ബേബീസ്, ഹൗ ആർ യു? സുഖമാണോ? ഇടയ്ക്ക് കൂട്ടിനകത്തെല്ലാം 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതൊക്കെ വെളിയിൽ ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. മുട്ടയിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, പുറത്തിറങ്ങി. ഇതിനകത്തും അതിനകത്തുമായിരുന്നു. ഓക്കെ, ഇപ്പം ഇല്ല, എല്ലാവരും പുറത്താണ്. അണ്ണാൻ പോകുന്നു. നോക്കിയാൽ പുറത്തുകൂടി ഒരു അണ്ണാനും പോകുന്നു. ഇതിലിപ്പോൾ 1-2 കിളികൾ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു. അതായത് മരിച്ചുപോയി. 2 കിളി മരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ന്യൂ അഡീഷൻ ആയിട്ടുള്ള 2 ചെറുതുണ്ട്. 2-3 ചെറുതുണ്ട് അതിനകത്ത്. ഇവരൊക്കെ വലുതായി ഈ കൂട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പറന്നു തുടങ്ങി. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പറന്ന് നടക്കുവാണ്. ഹാപ്പി. അവർ ഹാപ്പി ആട്ടോ അതിനകത്ത്, അവരുടെ വീട്ടിനകത്ത്. അത് വീടെന്നേ ഞാൻ പറയുള്ളൂ, ഒരിക്കലും കൂടെന്ന് എനിക്ക് തോന്നാറില്ല. സ്പേഷ്യസ് ഏവറി അതിനകത്താണ് അവർ താമസിക്കുന്നത്. ഈ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ ജനറേറ്ററും AC പ്ലാന്റും എൻ്റെ അമ്മേ, അതൊരു ഭയങ്കര അന്തരീക്ഷ മലിനീകരണം തന്നെയാണ്. നോയിസ് പൊല്യൂഷൻ വെരി ബാഡ്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ശാന്തസുന്ദരമായിരുന്നു എന്നറിയാം ഈ അറ്റ്മോസ്ഫിയർ. അയ്യോ, ഈ ചെടി അങ്ങ് പൊങ്ങി പോയി കേട്ടോ. അതേ റൂഫ് തട്ടാറായി. എനിക്ക് തോന്നുന്നു ഇനി അത് കട്ട് ചെയ്ത് വിടണം എന്നാണ് തോന്നുന്നത്. ഇത് നോക്കിയാൽ ഒരാൾ സ്വിങ്ങിൽ വന്നിരുന്നിട്ട് പോകുന്ന ഇടയ്ക്കിടയ്ക്ക്. ഒരേ ഒരു ലവ് ബേർഡേ ഉള്ളൂ കേട്ടോ. ഒരേ ഒരു ലവ് ബേർഡും ഒരേ ഒരു ഡയമണ്ടും. അവർക്ക് 2 പേർക്കും പേരില്ല. അവർ 2 പേരും ഫ്രണ്ട്സായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ബാക്കിയെല്ലാം സ്പിഞ്ചസ് തന്നെയാണ്. അതേ ഒരാൾ വന്നിരിക്കുന്നു ഈ ശിഖരത്തിൻ്റെ അറ്റത്ത്. ഇത് മെയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. മെയിൽ ബേർഡിനാണ് കൂടുതൽ ഭംഗി. ഓ യെസ്, ഗുഡ്. ഇവരുടെ എണ്ണം എടുക്കാൻ വലിയ പാടാണ്. കാരണം എന്താ വെച്ചാൽ അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് എണ്ണം പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ. ഒരു 10-15 എണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 14 to 15 എല്ലാവരും കൂടി ചേർന്ന്. പച്ചക്കറിത്തോട്ടത്തിൽ നിന്നും തിരിച്ച് കയറുന്നത് നോക്കി മോളീസ് കാണുന്നത്. എൻ്റെ കൈ മുഴുവൻ ഉറുമ്പ് കടിച്ച് നാശമാക്കിയത്. പിങ്കായിട്ട് കടിച്ചിരിക്കുന്നു. നോക്കി വെണ്ടയ്ക്കയുടെ ഇടച്ചത് കൈ വെച്ചത്. അല്ല, വെണ്ടയ്ക്കല്ല, വള്ളിപ്പയറിൽ. ഓ മൈ ഗോഡ്, സാരമില്ല, പോട്ടെ. ഓക്കെ, അങ്ങനെ ഉറുമ്പിൻ്റെ കടിയും കിട്ടി. നോക്കി, നമ്മുടെ വിളവെടുപ്പ് മഹോത്സവം കഴിഞ്ഞത് ഇത്രയും ചീര ഞാൻ പറിച്ചുള്ളൂ. ഇനിയുണ്ട്, വേണമെങ്കിൽ ആവാം. പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യം ഒരു ചീര സാമ്പാർ. ഓക്കെ, പിന്നെന്താ ഇത് നോക്കിയേ,
ഇത് അത്യാവശ്യം പറ്റും, അത്രയ്ക്കും പറ്റിയിട്ടില്ല. ഇത് കുഴപ്പമില്ല, ടെൻഡറാണ്. ശരി, ഇത് ഹാർഡാണ്. ഇത് പിഞ്ചാ. 3 കിട്ടി കേട്ടോ, നോട്ട് ബാഡ്. ഒരു പയറ് മറ്റേലേക്ക് എടുത്ത് കളഞ്ഞു. ഇത് നോക്കട്ടെ, ഇത് പോയി, രക്ഷയില്ല. അപ്പോൾ 3 വെണ്ടയ്ക്ക് കിട്ടി. 3 വേസ്റ്റാണ്. കോവയ്ക്കെല്ലാം ഒരു സൈഡിലേക്ക് ആക്കാം. അല്ല ഇങ്ങനെ പാർട്ടിഷൻ ഓരോന്നും എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നറിയണ്ടേ നമ്മുടെ ആൾക്കാർ. മോളീസ് ഗാർഡനിലെ വിളവെടുപ്പ് ഇനിയും ഉണ്ട് കേട്ടോ അവിടെ. എനിക്ക് എത്തുന്നില്ല, അതുകൊണ്ടാണ്. കുറച്ചുകൂടെ ഹൈറ്റുള്ള ആരെങ്കിലും വന്നാലേ പറിക്കാൻ പറ്റുള്ളൂ. അത് ചീര മാറ്റി. ഇനി നമ്മുടെ അമരപ്പയർ. മീൻകാർ പലതരം മീനുകളിങ്ങനെ പാർട്ടിഷൻ ചെയ്ത് വെക്കില്ലേ, കൂറ് തിരിച്ച്, അതുപോലെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു കച്ചവടക്കാരുടെ സ്റ്റൈലിൽ. നമ്മൾ ഈ ചന്തയിലൊക്കെ പോകുമ്പോൾ കാണില്ലേ, കുറച്ച് പച്ചക്കറിയൊക്കെ വിൽക്കാൻ വയ്ക്കുന്നത്, അതുപോലെ ഞാനും. യെസ്, ഇത്രയും പച്ചമുളക് എടുത്തോളൂ. ഇനി ആവശ്യം പോലെ നിൽക്കുന്നുണ്ട് അവിടെ, വേണമെന്നുള്ളപ്പോൾ പോയി പറിക്കാം. എല്ലാം പറിക്കണ്ട, ആ ചെടിയിൽ നിൽക്കുമ്പോൾ അത് കാണാനാണ് ഏറ്റവും ഭംഗി. എനിക്ക് പറിക്കുന്നതേ സത്യം വളരെ ഇഷ്ടമല്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പറിച്ചുകൊണ്ട് വന്നത്. ഇത് കൂടുതലുണ്ട്, ഒരു 4-5 എണ്ണം, 5 ഒരു 7-8 എണ്ണം കൂടി പറിക്കാനുണ്ട്. ഇത് നല്ല വെണ്ടയ്ക്ക, പിഞ്ചാണ്. ഇത് നമ്മുടെ ചീര, ഇത് അമരയ്ക്ക, കറിവേപ്പിലുണ്ട്. പിന്നെ കത്തിരിക്ക ആയിട്ടില്ല, വഴുതനങ്ങ കുറച്ച് കഴിയണം. മേ ബി ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ അത് റെഡിയാകും. ഇത് തടിച്ചത് കൂടി വരുന്നു. എൻ്റെ അമ്മേ, എന്താ ഒരു പരിഹാരം? കുറച്ച് വെളിച്ചെണ്ണ വരട്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇനി കറികളുണ്ടാക്കാം അല്ലേ. എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. ബാക്കി പരിപാടികളിലേക്ക് കിടക്കും. അങ്ങനെ മോളീസ് ഗാർഡനിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് താഴെ എത്തി. അപ്പോൾ ഇത് നമുക്ക് ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഏത് പേര്, പല സ്ഥലത്തും പല പേരാണ്. ഇത് സാമ്പാർ ചീര എന്ന് പറയും, മൈസൂർ ചീര എന്ന് പറയും, ഇങ്ങനെ പല പേരിൽ ഞാൻ. പക്ഷേ ഇത് നന്നായിട്ട് വളരുന്നതാണ് കേട്ടോ. പല ചട്ടികളിലായിട്ട് ഇഷ്ടംപോലെ വളർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ട് വന്നു, ഇച്ചിരി വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുവാണ്. അതിൻ്റെ ഒന്ന് ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ. ഈ ചീര ആകുമ്പോൾ പെട്ടെന്ന് പാടില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണു. ദോശ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെൽത്തി ആയിട്ട് ഒരു റാഗി, പിന്നെ റവാർ ദോശ, റാഗിയും റവയും കൂടി ചേർത്ത് വരുന്നത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ദോശയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ അരച്ചൊന്നും വെച്ചിട്ടില്ല, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട് അത് ചെയ്യാമെന്ന് വെച്ചാൽ. അതിൻ്റെ കൂടെ ഈ ഒരു ചീര വെച്ചിട്ടൊരു ചീര ടൊമാറ്റോ സാമ്പാറും കൂടി ഉണ്ടാക്കാം. ചമ്മന്തി വേണ്ട, ഇതായിക്കോട്ടെ, ഇതൊരു ഹെൽത്തി വേർഷൻ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഓക്കെ, ഇതിപ്പോൾ ഒരു 2 മീഡിയം സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ അരിയുന്ന പോലെ തന്നെ സ്ലൈസ് ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു. ഒരുപാട് ഫൈൻലി ചോപ്ഡല്ല. ഇത് ടൊമാറ്റോ, ഇതൊരു 5 മീഡിയം സൈസ് ടൊമാറ്റോ ഉണ്ടായിരുന്നു, അതും ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. ഇനി പച്ചമുളക്, നമ്മുടെ പച്ചമുളക്, സ്വന്തം പച്ചമുളക്, അതിന്ന് ഏറ്റവും സൈസ് ഉള്ളത് നോക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അതായത് നല്ല വിളഞ്ഞതാകുമ്പോൾ എരിവൊക്കെ കറക്റ്റായിരിക്കും. ഒരു അത്യാവശ്യം എരിവിന് കണക്കാക്കിയിട്ട് ഒരു 6ഓളം പച്ചമുളക് എടുക്കുന്നു. 6 അത് മുറിക്ക് നല്ല ഫ്രഷ് നോക്കി, അതിൻ്റെ നെട്ടൊക്കെ ഒടിക്കുമ്പോൾ അറിയാൻ പറ്റും. ഓർഗാനിക്, ഒന്നും പേടിക്കണ്ട നമുക്ക്. അതിനെ ഒന്ന് മുറിക്കാം. ഒരു 2-3 വെളുത്തുള്ളി അല്ലി, ഒരു 4 എണ്ണം ഇരിക്കട്ടെ. ഇത് ചൈന വെളുത്തുള്ളി. ഒരുപാട് ചെറുതായിട്ട് അരിയണം നിർബന്ധമില്ല, ഇങ്ങനെ കിടക്കട്ടെ. ഇനി വേണ്ട കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയി. നമ്മുടെ ചീരയെ കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. തിക്കായിട്ടുള്ളതുണ്ട്, ഞാൻ മാറ്റി. ഇതിലിപ്പോൾ ഇല മാത്രമായിട്ട് എടുത്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ കുറച്ച് പൂവും കൂടി കിട്ടിയിട്ടുണ്ട്, സാരമില്ല, അത് എടുക്കുക അല്ലെങ്കിൽ മാറ്റാം. വാടിക്കഴിയുമ്പോൾ ഒന്നും കാണില്ല, അത് കാരണം ഇത്രയും എടുക്കാം. അപ്പോൾ നമ്മുടെ അരിയൽ കഴിഞ്ഞു. ഇനി ഒരു കുക്കറിലേക്ക് എല്ലാം കൂടി ചേർത്തിട്ട് 1-2 കാര്യം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേകണം. ഒരു 2-3 വിസിൽ വേകട്ടെ. ഇതിൽ നമ്മൾ സാമ്പാർ പരിപ്പോ ഒന്നും ചേർക്കുന്നില്ല, അതിന് പകരം ഒരു കാര്യം അവസാനം ചേർക്കാം. പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ടൊമാറ്റോ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5 ഇടത്തരം. ഇതൊരു ടൊമാറ്റോ ചീര
സാമ്പാറാണ്. അപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ കൂടുതൽ വേണം. പ്രത്യേകിച്ച് നമ്മളിനി പുളി ചേർക്കേണ്ട ആവശ്യമില്ല. സവാള ചേർക്കാം. ഇതും 2 എണ്ണം മീഡിയം സൈസ്. പച്ചമുളകും വെളുത്തുള്ളിയും. സെക്കൻഡ് പ്രധാന കാര്യം ചീര. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിപ്പോൾ പച്ചമുളക് 6 എണ്ണം ചേർത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടിയുടെ അളവ് ഇച്ചിരി ഒന്ന് കുറച്ചത്. അല്ലെങ്കിൽ മുളക് പൊടി അനുസരിച്ചിട്ട് പച്ചമുളക് കുറച്ചിട്ട് മുളക് പൊടി കൂട്ടാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കട്ടെ. പിന്നെ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് വേകാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ടൊമാറ്റോയിലെല്ലാം വാട്ടർ കണ്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇനി വെള്ളം അതിൽ നിന്നൊക്കെ ഇറങ്ങിക്കോളും. ഓക്കെ, 1.25 കപ്പോളം ഒഴിച്ചു വെള്ളം. ഇനി കുറച്ചുകൂടി ഞാൻ ഒഴിക്കുന്നു, എന്തായാലും ഇച്ചിരി കൂടെ ഇരിക്കട്ടെ. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു എന്ന് പറയാം. കുക്കർ അടച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ട് വെക്കാം. അതായത് നമ്മളിപ്പോൾ മുളക് പൊടി പച്ചമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ചേർക്കാമല്ലോ. ഓക്കെയാണ്. അടുപ്പ് കത്തിക്കാം. ഓക്കെ, ഇത് ഒരു സൈഡിൽ നടക്കട്ടെ. കഴിഞ്ഞു. ഇത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ പൊടിക്കൈകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വേകട്ടെ. അപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തോട്ടാക്കാൻ വേണമെങ്കിൽ നോക്കിക്കോളൂ. അത്യാവശ്യം നന്നായിട്ട് വെന്തോ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും. നന്നായിട്ടൊന്ന് ഉടയ്ക്കുന്നു. ഇതിലിപ്പോൾ ഒന്നുമില്ല പ്രത്യേകിച്ച് ഉടയ്ക്കാനായിട്ടത്. ടൊമാറ്റോയും സവാളയും ചീരയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഒന്ന് ഓപ്പണാക്കി അടുപ്പ് മാറ്റിയിട്ടൊന്ന് തിളയ്ക്കാം. വറുത്ത കടലമാവ് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ എടുക്കുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കി വെള്ളം ചേർക്കാം. ബാക്കി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നോക്കിയേ, നമ്മുടെ ചീര ടൊമാറ്റോ സാമ്പാർ വിത്തൗട്ട് പരിപ്പാണ് കേട്ടോ. ഈ പരിപ്പിൻ്റെ ആവശ്യമില്ല. അതിന് പകരമാണ് നമ്മൾ ഈ കടലമാവ് കലക്കിയത് ഒഴിക്കുന്നത്. പെട്ടെന്ന് തന്നെ തിക്കാവും. നമുക്ക് കുറുകിയത് കണ്ടോ? ആഹാ, എന്ത് ഫാസ്റ്റ്! എന്തിനാണ് സാമ്പാർ വരുമ്പോൾ വേവിച്ച് നമ്മുടെ സമയങ്ങൾ. വേണമെങ്കിൽ ഈ കുക്കറിൽ തന്നെ നമ്മളിപ്പോൾ ബാക്കി കാര്യങ്ങൾ വേവിക്കുന്ന കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് സാമ്പാർ പരിപ്പും കൂടെ ചേർത്ത് വേവിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ കടലമാവിൻ്റെ രുചി ഇങ്ങനെ. പക്ഷേ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത കടലമാവായിരിക്കണം, ഒരു പച്ച ചുവ ഉണ്ടാകരുത്, അത്രേ ഉള്ളൂ. ഇനി ഉപ്പ് കുറച്ചുകൂടി വേണ്ടി വരും, ഒരല്പം കൂടി. ആദ്യം ചേർത്തിരുന്നു എങ്കിലും പ്രത്യേകിച്ച് ഇനി പുളിയൊന്നും വേണ്ട, ഇത് ടൊമാറ്റോയുടെ പുളി മാത്രം മതി. ഇനി ഒരു താളിക്കൽ, അതാണ് പ്രധാനം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത്ര മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, അല്ല കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബോയിലിംഗ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഒരു തളയും കൂടി വരട്ടെ നന്നായിട്ട്, എന്നിട്ട് താളിച്ചു കൊടുക്കുക. അപ്പോൾ സാമ്പാർ പാത്രത്തിലേക്ക് ആദ്യം മാറ്റുന്നു, എന്നിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. കറക്റ്റ്, എൻ്റെ പാത്രം ഞാൻ സെലക്ട് ചെയ്ത പാത്രം കറക്റ്റ്. താളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1-1.5 ടേബിൾ സ്പൂൺ എടുക്കാം. കടുക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, എല്ലാം കൂടി പൊട്ടട്ടെ. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി. ഇനി തീ ഓഫ് ചെയ്തിട്ട് നല്ല ചൂടായി കിടക്കുകയാണ്. വറ്റൽ മുളക്,
കറിവേപ്പില. നേരെ സാമ്പാറിൻ്റെ മുകളിലേക്ക്. ആഹാ, എന്താ മണം! നല്ല മണമായി. ആഹാ, നൈസ്. ചെറിയ കഷ്ണം ശർക്കര എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പൊടിച്ച്. അപ്പോൾ എല്ലാം ഒരു ബാലൻസിങ് ആയിരിക്കും. അപ്പോൾ ആ ടൊമാറ്റോയുടെ പുളിയും എന്താ പറയുക, നമ്മുടെ എരിവും, അത്യാവശ്യം നല്ല എരിവുണ്ട്. കണ്ടാലിങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട, അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു മധുരവും കൂടെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷനിലെത്തും. കറക്റ്റ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ ഇടാം. നോക്കിക്കോട്ടെ. ആഹാ, കറക്റ്റ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് ദോശ ഇടാൻ പോകും. ഇനി നമ്മുടെ ദോശയുടെ കാര്യം ചെയ്യാം. ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്. പ്രത്യേകിച്ച് ഞാനിന്ന് അരി അരച്ച് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല പുതിയതായിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു പുതിയ ദോശ എന്ന് പറയാം. നിങ്ങൾക്ക് ഒരു ന്യൂ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യം കാണിക്കാനാണ്. അതിന് കുറച്ച് മാവൊക്കെ കലക്കാം. അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് റാഗി റവ ദോശ. ഒരു 1/2 കപ്പ് വെള്ള നിറത്തിലെ അവൽ, അതിലിച്ചിരി വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. വെള്ള അവൽ, കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കുതിർന്നിരിക്കും. ഓക്കെ, പെട്ടെന്ന് കുതിരാൻ 10 മിനിറ്റ് പോലും 5 മിനിറ്റ് മതിയാകും. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇതിപ്പോൾ 1/2 കപ്പ് റാഗിയുടെ പൗഡർ, കൂവരകിൻ്റെ പൊടി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. കുറച്ച് ബോംബെ റവ, ഇതിങ്ങനെ തരിയുള്ള റവ വാങ്ങാൻ കിട്ടുമല്ലോ, അത് തന്നെ. അതും ഒരു 1/2 കപ്പ് എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ നമ്മുടെ കുതിർത്ത വെള്ളാവൽ, ഇത് 1/2 കപ്പാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്ത് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ അവലൊക്കെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും ടെക്സ്ചർ. അരഞ്ഞ് തുടങ്ങി നന്നായിട്ട്. കാര്യം ഇതിപ്പോൾ വലുതായിട്ട് അരയാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം പൊടികളല്ലേ. എങ്കിലും അവലും എല്ലാം കൂടെ ഒന്ന് നല്ലൊരു ബ്ലെൻഡ് ഒരുപോലെ ആകണം. ഒരു പ്രാവശ്യം കൂടി ഒന്ന് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ബ്ലെൻഡഡ്. ആ റവയും എല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നേരെ ഒരു പാത്രത്തിൽ റവയുടെ ഒരു ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അരയ്ക്കാൻ നോക്കുക. മാവ് അങ്ങനെ മിക്സിയുടെ ജാറിൽ നിന്ന് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് സോഡാപ്പൊടി. ഇതിപ്പോൾ തൈര് ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് സോഡാപ്പൊടി നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ വേണമെന്ന് സോഡാപ്പൊടി ഉപയോഗിക്കുന്ന കാര്യത്തിൽ തൈര് ചേർന്നാൽ അത് നന്നായിട്ട് രണ്ടും കൂടി കറക്റ്റ് ബ്ലെൻഡിൽ പോകും. കാരണം പിന്നെ അല്ലെങ്കിൽ ഒരു സോഡാപ്പൊടിയുടെ കുത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇച്ചിരി സോഡാപ്പൊടി ചേർക്കാം. ഇതിപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തു. ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എക്സ്ട്രാ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇത് ഇൻസ്റ്റൻ്റ് ആണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ കല്ല് ചൂടാകുന്ന സമയം അത്രേ ആവശ്യമുള്ളൂ. ഇതിവിടെ ഇരിക്കട്ടെ. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്തിരുന്നു. ഇനി ഒരു 1/4 ടീസ്പൂണും കൂടി ചേർക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ടോട്ടൽ. ഇനി ദോശ ചുട്ട് തുടങ്ങാം. കല്ല് ചൂടായി, അല്പം എണ്ണ തടവിയിട്ടുണ്ട്. ഒരു തവി മാവ്. നിറച്ച് ഹോൾസ് വരും കേട്ടോ, നന്നായിട്ട് ബബിൾസ് ആൻഡ് ഹോൾസ്. ഇത് ഇൻസ്റ്റൻ്റ് ആണെങ്കിലും സോഡാപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നു, തൈരുണ്ട്, പിന്നെന്താ പറയുക നമ്മുടെ അവലുണ്ട്. എല്ലാം കൂടി വരുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും, എല്ലാം ഓക്കെ. ഒരുപാട് പരത്താതെ ഒരു സെറ്റ് ദോശയൊക്കെ ചെയ്യുന്ന പോലെ, നമ്മുടെ തട്ട് ദോശയൊക്കെ ഇല്ലേ
തട്ടിൽ കുട്ടി ദോശ ആ മോഡലിൽ ചെയ്താൽ മതി. തിരിച്ചിടാം. നല്ല ഫ്ലഫി ദോശ. ഇത് നമ്മുടെ റാഗി റവ ദോശ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദോശ എടുക്കാം. ദോശയുടെ കളർ ഒരു ചെറിയ ബ്രൗൺ ആയിരിക്കും, കാര്യം റാഗി ചേർന്ന് വരുന്നതുകൊണ്ട് ആ റാഗിയുടെ ഒരു കളറായിരിക്കും. നിറച്ച് കുഴിഞ്ഞ് ബബിൾ പോലെ വരും. നല്ല ഫെർമെൻറ്റഡ് ബാറ്റർ പോലെ തന്നെ കിട്ടും. ഒരു സൈഡാകുമ്പോൾ തിരിച്ചിടാം. തട്ട് ദോശ ചെയ്യുന്ന അതേപോലെ ചെയ്യാം. മറു സൈഡും റെഡി. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ അറിയില്ലേ, വെരി സോഫ്റ്റ്. തീ ഇങ്ങനെ കൂട്ടിയും കുറച്ചും, മീഡിയം ഫ്ലെയിം, ലോ ഫ്ലെയിം, ഹൈ ഫ്ലെയിം ഇങ്ങനെ മാറി കൊടുത്താൽ മതി. കല്ല് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിം കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ട് മാറ്റാം. അങ്ങനെ ലാസ്റ്റ് ദോശയും സെറ്റ് റെഡി. അങ്ങനെ നമ്മുടെ തട്ട് ദോശകൾ ഓൾ റെഡി. ഫ്ലഫി ദോശാസ്, ഇൻസ്റ്റൻറ്റ് ദോശ, റാഗി റവ ദോശ. ഇതിപ്പോൾ 8 ഞാൻ ഉണ്ടാക്കിയത്. 10 വരെ ഉണ്ടാക്കാൻ പറ്റും, സൈസ് അനുസരിച്ച്. ഇച്ചിരി കൂടെ ശക്കലം കൂടെ ചെറുതാക്കി പിടിച്ചാൽ ഇച്ചിരി 10 അല്ലെങ്കിൽ 8 ധാരാളം. ഒരു 3 പേരൊക്കെ ഉള്ള ഫാമിലിക്ക് ഇത് ധാരാളം മതിയാവും. അപ്പോൾ ഇതെന്താ വേണ്ടത്, അതെ നോക്കിക്കോളൂ. ടൊമാറ്റോ സാമ്പാർ, നമ്മുടെ ഇൻസ്റ്റൻറ്റ് റാഗി റവ ദോശ, തട്ട് ദോശ. ദോശയുടെ കളർ നോക്കിയാൽ ഇത് റാഗി ചേർന്ന് വരുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളർ. ഒത്തിരി ബ്രൗൺ അല്ല, ഫുൾ ബ്രൗൺ അല്ല. ഫുൾ റാഗി മാത്രമാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഡാർക്കർ ആയിരിക്കും. ഇത് ആ റവയും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കളറ് കോമ്പിനേഷൻ. നല്ല സോഫ്റ്റാണ്. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഹെൽത്തി സാമ്പാർ. നമ്മുടെ ദോശ ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ആഹാ, നല്ല ചൂട് ആവി പറക്കുന്ന, എന്താ മണം അറിയോ, സാമ്പാർ. രക്ഷയില്ലാത്ത മണം. സാമ്പാറിനെ ഇങ്ങനെ കൊതിപ്പിക്കുന്ന മണം എന്നൊക്കെ പറയില്ലേ. സാമ്പാർ എൻ്റെ പ്രത്യേക മേഖലയല്ല, എൻ്റെ ഫേവറേറ്റ് ഏരിയ അല്ല. പക്ഷേ ഇതിലിപ്പോൾ സാമ്പാർ പരിപ്പല്ലോ, കടല മാവ് ചേർത്ത് നമ്മൾ ചെയ്താണ്. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പക്ഷേ അതുപോലെ എനിക്ക് ദോശ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഞാൻ കഴിക്കാറുണ്ട്, കുഴപ്പമില്ല. അത് നോക്കിയേ, ദോശയുടെ ടെക്സ്ചർ നോക്കിയേ, സോ ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല തട്ട് ദോശ പോലെ തന്നെയാണ്. അത് ഇതിലിങ്ങനെ മുക്കി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ കഴിക്കും. നിറച്ച് സാമ്പാറൊക്കെ ആയിട്ട്. ഗംഭീരം. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഹെൽത്തി വേർഷനാണ് രണ്ടും. നല്ല ആരോഗ്യത്തിന് പറ്റിയ രീതിയിലുള്ള ചീരയുണ്ട്, ഇതിൽ റാഗിയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അപ്പോൾ ഈ രീതിയിൽ തന്നെ ദോശയും സാമ്പാറും ഒക്കെ ചേർത്ത് കഴിച്ച് നോക്കൂ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിട്ടും ചെയ്യാം, ഡിന്നറിന് വേണമെങ്കിലും ചെയ്യാം. ഗംഭീരമാണ്, ഒരു കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആയിട്ട് കഴിച്ചു എന്നൊരു ആശ്വാസം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, ഈ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ചീരയുടെ സ്വാദം കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സാമ്പാർ ചീരയുടെ ടേസ്റ്റും കൂടി ഇറങ്ങിയ നല്ല ഒരു അടിപൊളി സാമ്പാറാണ്. ഇത് ഇഡ്ഡലിയുടെ കൂടെ നല്ലതായിരിക്കും. ദോശ മാത്രമല്ല, ഇഡ്ഡലി ഈവൻ ചോറിൻ്റെ കൂടെ കഴിച്ചാലും ഗംഭീരമായിരിക്കും. നല്ല വെള്ള ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കും. പൊന്നിയരിയോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ഒക്കെ വേവിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴും എക്സലൻറ്റ്. അപ്പോൾ എന്തായാലും പരീക്ഷിക്കുക. ഓക്കെ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.